ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഒരു വീഡിയോയിൽ വന്നതാണ്. അപ്പോൾ ഇതൊരു ഒറ്റമൈൻഡ് ട്രിപ്പാണ്. എവിടേക്കാ പോകേണ്ടെന്നൊരു ഇതുവരെ ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. പെരയിൽ നിന്ന് ഇറങ്ങോളം എറണാകുളത്തേനു, പക്ഷെ ഇവിടെ എത്തിയും കോയമ്പത്തൂരേക്കുന്നു. കോയമ്പത്തൂരിൽ ഇനി വേറെ എവിടേക്കും പോകാൻ നമുക്കറിയില്ല. എന്തായാലും നമുക്കൊന്ന് പോയാക്കാം. ഒരു ഒറ്റമൈൻഡ് ട്രിപ്പ്. ഞങ്ങൾക്ക് പോലും ഐഡിയ ഇല്ല എവിടേക്കാ പോകണേന്ന്. അപ്പോൾ ട്രെയിന് കിട്ടുമ്പോൾ ട്രെയിനിൽ പോകും, ബസ് കിട്ടുമ്പോൾ ബസ്സിന് പോകും. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, എറണാകുളം പറഞ്ഞ ടീമാ. അപ്പോൾ എവിടേക്കൊക്കെ പ്ലാന്? യെസ്. കോയമ്പത്തൂർ ടിക്കറ്റ് എത്രയാണ്? 340 കേട്ടോ. അപ്പോൾ വന്ന് ഷൊർണൂർ എത്തിയിട്ടുണ്ട്. ഫുള്ള് തിരക്കാണ്. അതാണ് ട്രെയിനത്തെ വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാഞ്ഞ്. അപ്പോൾ ഗായ്സ്, നമ്മൾ കോയമ്പത്തൂർ എത്തിയിട്ടുണ്ട്. ശിവഞ്ഞത്തെ പ്ലാൻ എത്താ? നമ്മൾ നേരെ ഫുഡ് കഴിക്കുന്നു. പളനിയില് അങ്ങാടി ഓണാണെന്നാ വിചാരിച്ചു പോയേക്കാം. അപ്പൊ ഗായ്സ്, നമുക്ക് നേരെ ഫുഡ് കഴിക്കാൻ പോവാം. അപ്പൊ ഗായ്സ്, കോയമ്പത്തൂർ സ്റ്റേഷനിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഇവിടെ ഇറങ്ങിയാണ്ട് നിസ്കരിച്ചു, ഫുഡ് കഴിച്ചു, എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇപ്പൊ 15 മിനിറ്റ് ഇവിടെ നിർത്തിയിട്ടൊക്കെയാണ്. അപ്പോൾ ഇനി എടുക്കാൻ പോണ്ടേ? പളനി. അപ്പൊ എന്തായാലും ഇനി അവിടെ അപ്പൊ ഒരു 8 മണിക്കൂറിന്റെ ഇടവേളയ്ക്ക് ശേഷം, അതായത് ട്രെയിനിന്റെ ജനറലും എല്ലാം താണ്ടി ഞങ്ങള് പളനി റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞിപ്പോ ബസ് സ്റ്റാൻഡിന് അടുത്താണ് എത്തിയിട്ടുള്ളത്. അപ്പൊ നമ്മള് 4 മണിക്ക് പളനി അമ്പലം തുറക്കും. അപ്പൊ അമ്പലത്തിൽ മല കയറണം. അതിന്റെ ശേഷം നമ്മള് നേരെ കൊടൈക്കനാല് ബസ് കയറണം. കൊടൈക്കനാല ഒന്ന് ചുറ്റി കറങ്ങിട്ട് ഡയറക്റ്റ് കോഴിക്കോട് ബസ്. അപ്പൊ എനിക്ക് ടൈം ഇതാവൂലേ? എനിക്ക് ചെന്നൈക്ക് പോണ്ടേ? അതൊക്കെ പറഞ്ഞു. അപ്പൊ ഗൈസ്, മിക്കവാറും ഞങ്ങൾ 4 മണിക്ക് ഇവിടുന്ന് കൊടൈക്കനാൽ പിടിക്കും. എന്നിട്ട് അവിടുന്ന് ഒരു 11 മണിക്ക് റിട്ടേൺ അടിക്കും. അപ്പൊ ഇതാണ് ഒറ്റമൈൻഡിന്റെ രസം. ഒന്നുമില്ല, ഒരു പ്ലാനിങ്ങും ഇല്ല. ഈ ഒരു ബാഗായിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് സോഡ കുടിച്ചിട്ട് വരാം. റൂം എടുക്കാനുള്ള നേരമില്ല. 12 മണി ആയിക്കണം. ഒന്ന് ഫ്രഷ് ആയാലേ ഒന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് എന്ത് ഫോട്ടോ. അപ്പൊ ഇവിടെ ഒരു അമ്പലം ഉണ്ട്. ഇങ്ങോട്ട് വരാൻ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ഓപ്പൺ ആണെങ്കിൽ തന്നെ 4 മണിയാവും. അപ്പൊ ഞങ്ങൾ വന്ന സമയം മാറിപ്പോയി. അപ്പൊ ഞങ്ങൾ റോഡ് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരമായി നടക്കണു. 4 മണി ആക്കണേ. കിലോമീറ്റർ ഗൂഗിൾ മാപ്പിൽ 1 കിലോമീറ്റർ കാണുന്നുണ്ട്. പോകാണ്ട് പിന്നെ അൻഷിയെ തട്ടി കളിച്ചല്ലേ? നല്ല സീനോട്ടോ. ദോശ അടിച്ചാലോ? ഇവിടെ നൈറ്റ് ഉണ്ടല്ലോ, ആൾക്കാരെക്കാട്ടും കൂടുതൽ ഇതേമാതിരി നായ്ക്കളാണ്. കണ്ടോ? ഇതേമാതിരിക്കുള്ള നായ്ക്കളാണ് ചുറ്റുപുറം. ഒക്കെ പറിച്ചിട്ടുണ്ടാവുള്ളൂ, കാലാണ് പറക്കും. ഇതാണ് ഞങ്ങൾ പറഞ്ഞ കോവിൽ, മുരുകൻ കോവിൽ. അത് തുറക്കണമെങ്കിൽ 4 മണിയാവും. അപ്പൊ ഞങ്ങൾ വന്ന സമയം പാളിപ്പോയി. ഇതെന്താ പരിപാടി? 4 മണി വരെ ഇങ്ങനെ റോഡ് കൂടി നടന്ന് കളിച്ച്. ഇവിടെ വെറുതെ വന്നത്. ഇവിടെ ഇപ്പൊ എത്ര സമയം? ഒരു പിക്ക് കൊടുക്കാം ശിബുന്റെ. ഇതോ തുളസി കോവള. അല്ല അൻഷേ, ഇതല്ലേ സാവനപ്പ അങ്ങാൻ പോയിട്ട്? കേടെന്നാണ്. ഏതാ സാധനമോ കാര്യം? അത് ഇന്നലെ കേടുന്നു. ഇന്നലെ എന്നാ നമ്മള് കുടിച്ചൊന്നും നോക്കിയിട്ടില്ല കേട്ടോ. ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ പറയാ, ഫുള്ള് സീരിയസ് ആക്കും.
സോഡ അടിച്ചാലേ ശിവ തരലോ വലിയ ഡോക്ടറല്ലേ ആരെ പിടിച്ചറിയോ പേഷ്യന്റിനോട് ആ ടീം അടിച്ചിപ്പോ ചെല്ലയിലാണ് പഠിപ്പിച്ചിട്ട് വരാം ചെല്ലത്തെ കോളേജിൽ എഴുതുക ടാഗോർ ഒരിക്കലും പോയി ചെയ്യരുത് ഓക്കെ എല്ലുടിക്കാലേ സാറ് പിടിച്ചാൽ അല്ല ഇവര് പറയുന്നത് ടാഗോർ ടീംസ് എന്റെ മോനെ ഇതിലാണ് നമ്മള് പോണ്ട്. ഇവലൊക്കെ ഉറങ്ങി കിടക്കേണ്ട സിംഹാട്ടോ. ഇത് നോക്കേ കോഴിക്കോട് എപ്പോഴാണ് ചോദിച്ചത് അപ്പൊ അതിനനുസരിച്ച് പ്ലാനിങ് ഡെയിലി നടക്കുന്നുണ്ട്. നമ്മൾ എവിടുക്ക പോയിന്റ് ആദ്യം ഇപ്പൊ ഇവിടെ നിക്കണ്ട്. ഇനി എങ്ങട്ടാ പോണ്ട്? എന്തായാലും അവിടെ എത്തും നോക്കല്ലേ. ഇതിപ്പോൾ കഴിഞ്ഞില്ലേ? ഇയാളോട് ചോദിച്ചപ്പോ ഇയാൾക്ക് തന്നെ ഒരു ഐഡിയ അല്ലേ ഇയാൾ ആരാണെന്നില്ലേ. ബസ്സിന്റെ ആളാണ് ഇപ്പൊ നിൽക്കുന്നത്. ഇവിടുത്തെ കാര്യം ഒന്നും അറിയില്ല. കുതിര സമയം 12 മണിയായി. ബസ് സ്റ്റാൻഡ് ഫുള്ള് ആക്റ്റീവാ. എന്തായാലും എവിടെ എത്തും നോക്കാം നമുക്ക്. മോട്ടറാക്കി മിദ്രാജൊക്കെ നിക്കണത് നമുക്ക് എടാ ഉറക്കല്ലെങ്കിൽ സീനാടാ. ബസ്സിൽ സീറ്റ് ഒക്കെ ഉണ്ടല്ലോ. ബസ് റിസർവ് ചെയ്യുമ്പോൾ എത്ര നമ്മള് സീറ്റിട്ടാണല്ലോ റിസർവ് ചെയ്യേണ്ട സീറ്റിട്ടാ. ഓരോരുത്തർ പറഞ്ഞു ഇവിടുന്ന് കൊടൈക്കനാൽക്ക് ബസ് ഉണ്ട്. ചിലവർ പറഞ്ഞു ഇവിടുന്ന് കൊടൈക്കനാലേ ഇല്ല. ഇത് കോഴിക്കോട്ടേക്ക് ഡയറക്റ്റ് ഉണ്ട് പറയുന്നുണ്ട്. എന്ത് വിശ്വസിക്കാം. ഇവിടെ ചുരുളിയാണ്. ചുരുളിയിലാണ് നമ്മൾ. മനസ്സിലായില്ല. അങ്ങനെ ഉറക്കമില്ലാത്തോണ്ടാണ് ഇങ്ങനത്തെ ഓരോന്ന് വരും. നമ്മളിപ്പോ ഇതൊറ്റം വന്നിട്ട് എന്താ കണ്ടത്? മുരുകനാ കൊറേ ആൾക്കാർ ഛർദിച്ചതും പിന്നെ കൊറേ നായ്ക്കളി പിന്നെ ഉറക്കം പോയി. അപ്പൊ നമ്മള് കൊടൈക്കനാൽ ബസ് കിട്ടിക്കണു. അപ്പൊ ഓക്കെ ബൈ. ഉറക്കം വന്നിട്ട് വെച്ചാ അപ്പൊ ഒന്ന് മേടിക്കാം. അപ്പൊ അവസാനം പറഞ്ഞ് നമ്മള് കൊടൈക്കനാൽ എത്തിക്കണു ഗൈസ്. ഒക്കെ നല്ല ഉറക്കം. ഗുഡ് മോർണിംഗ്. എന്താ പരിപാടി? നീ നമ്മൊന്ന് ഫ്രഷ് ആയിട്ട് നേരെ ലേക്ക് പോകണം. പിന്നെ ഫുഡ് കഴിക്കണം. പിന്നെന്താ വീട്ടിൽ നേരെ റിട്ടേണ്. ഇതാണ് മക്കളെ ഒറ്റ മൈൻഡിന്റെ വൈബ് അല്ലേ? അപ്പോൾ നമ്മൾ കൊടൈക്കനാൽ ബസ് സ്റ്റാൻഡ് ഇറങ്ങി ഉടൻ തന്നെ ഇതേമാർക്കുള്ള കുറേ പാക്കേജുകളെ ലിസ്റ്റ് കിട്ടും. അപ്പോൾ വേണ്ടവർക്ക് ഇതൊക്കെ എടുക്കുക. കാറിലേക്കാരും ഇതൊക്കെ കൊണ്ട് എല്ലാം കാണിച്ചുകൊണ്ട് നമ്മൾ ഹാപ്പി ആക്കി വിടും. പക്ഷേ ഇതൊന്നും ഞങ്ങൾ എടുക്കണില്ല. ഞങ്ങൾ പ്ലാൻ ചെയ്യാത്തതുകൊണ്ട് തന്നെ സമയത്തിൻ്റെ കുറച്ച് പ്രശ്നമുള്ളതുകൊണ്ട് ഞങ്ങൾ ബോട്ട് ഹൗസ് ഒന്ന് കണ്ടുകാണ്ട് എല്ലാം മടങ്ങാന്നുള്ള രീതിക്കാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് ചായ കുടിക്കാൻ പോവാം. അപ്പോൾ ഇവിടെ നിന്നാണ് ഞങ്ങൾ ലേറ്റായിട്ടൊരു ചായ കുടിച്ചത്. ഷിബോ സമൂസ എങ്ങനെയുണ്ട്? കിടിലല്ലേ? 10 രൂപയ്ക്ക് ഇത് മസാല തന്നെ എന്തൊക്കെയാണ്? ഇത് നമ്മളെ നാട്ടിലത്തെ മസാല അല്ല കേട്ടോ. താത്തല്ല അക്ക. ഇതിലെന്തൊക്കെയാ വരുന്നുണ്ട്. എന്തായാലും ഞങ്ങളിങ്ങനെ സ്ട്രീറ്റിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മള് ഫുഡ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ എന്തായാലും ഇനി ബോട്ട് കയറാൻ പോവാണ്. ബോട്ട് കയറാൻ പോവാം. അപ്പൊ ഗായ്സ് നമ്മളിപ്പോ ബോട്ടിൽ കയറിയിരിക്കാണ്. അപ്പൊ നമ്മള് ഡ്രൈവേഴ്സ് മിഥിലാജും ഷിബിനും ആണ്. കാണിച്ചോക്കെ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? ആ ഒരു വെള്ളച്ചാട്ടം കണ്ടോ? വെള്ളച്ചാട്ടമല്ല, ക്യാബ് പൊട്ടിയാ തോന്നുന്നു. പക്ഷെ അങ്ങോട്ട് പോയാൽ ഫൈനാണ്. മൊത്തം സീനാണ്. നീച്ചാ ഫൈന്, തുമ്മിയാ ഫൈന്. താണ്ടി പോരുത്. അത് താണ്ടി പോരുതെന്നോ? അപ്പൊ ഒന്നിച്ച് പോന്നാ നമ്മുടെ ഓരോ മണ്ടന്മാര് പോയി.
തിരിച്ച് റീഫണ്ട് കിട്ടൂല എങ്ങായിമാരെ. ഇതിന് തിരിച്ചാലും അറിയില്ലേ ഇവരൊക്കെ നമ്മള് വന്നിട്ടുണ്ട്. കയറ് കണ്ടോ അങ്ങോട്ട് ഇത് ആ കയറ് കണ്ടില്ല അറിയാം. എടാ അങ്ങോട്ടൊക്കെ പോവാ, അത് അതിന്റെ അപ്പുറം പോരുന്നാ പറഞ്ഞേ. ആ മറ്റേ തോണിക്കാരുണ്ടല്ലോ ഓല അങ്ങോട്ടൊക്കെ പോയിക്കണു. ഒരു PP അറിയില്ല, ഓൽക്ക് ഫണ്ട് കിട്ടല്ലേ. മിഥുരാജ് ചവിട്ടൂല കേട്ടോ, ആ ഷീബു പാവം. അൻഷ നീ കേറേ സബ്ബറങ്ങേ ആൾക്കാരിട്ട് അല്ല തന്നെ ഒരു വെള്ളത്തിന്റെ കളർ തന്നെ പച്ച. ഇതാണ് ബോർഡർ ഗൈസ്, ഇതിന്റെ അപ്പുറം പോകാൻ പാടില്ലെന്ന് പറഞ്ഞു. അത് പോയാൽ ഫൈൻ കിട്ടും. ഇരിക്കണോക്കെ കുട്ടിയാ അൻഷോ ചവിട്ടിക്കൂടെ 10 അവിടെ എത്തണം. അതിൽ ഓരോ മിനിറ്റിനും ശതമാനം പോട്ട്. പുഷ്പരാജ് അപ്പൊ ഇതോടെ മിക്കവാറും ഞങ്ങൾ വൈൻഡപ്പ് ആക്കുന്നതാണ്. അവിടെ എന്താണ് അപ്പൊ ഗൈസ് നമ്മളെ കൊടൈക്കനാൽ ട്രിപ്പ് ഇവിടെ വൈൻഡപ്പ് ആവാണ്. അപ്പൊ ഏകദേശം നമ്മള് കൊറേ ഒന്നും കവർ ചെയ്തിട്ടില്ല, ഫുള്ള് ബസ്സിലും ട്രെയിനിലായിട്ട് ഇങ്ങനെ നടക്കിയിരുന്നു. പിന്നെ ഇപ്പൊ നമ്മള് ബോട്ടിൽ കയറി. അപ്പോ എങ്ങനെയുണ്ട് നമ്മളെ എക്സ്പീരിയൻസ്? അതേപോലെ ഞങ്ങൾക്ക് എന്താക്കാം, ട്രെയിനും ബസ്സും കയറി നാട്ടിൽ പോകണം. ഇനി അതൊന്നും നിങ്ങളെ കാണിക്കുന്നില്ല. അപ്പൊ എന്തായാലും ഇത്രയൊക്കെ വീഡിയോ. അപ്പോ ഓക്കെ ബൈ ഗൈസ്.